The name is ചിങ്കം, ഇൻസ്പെക്ടർ ചിങ്കം. ചിങ്കത്തിന്റെ അടുത്ത് രക്ഷപ്പെടുന്നത് എംപോസിബിൾ. അറിയാമല്ലോ, എംപോസിബിൾ. ചിങ്കം സാർ, നിങ്ങൾ സ്റ്റൈല് കാണിച്ചുകൊണ്ട് നിൽക്കുവാണോ? ജോൺ ഓടിപ്പോയി, അങ്ങോട്ട് നോക്ക്. ഓഹോ, ഇത് വളരെ മോശമാണ്. ഒരു ഇൻസ്പെക്ടറിന് ഇവിടെ സ്റ്റൈല് കാണിക്കാൻ പാടില്ല എന്ന് വല്ലതുണ്ടോ? നീ ഇപ്പൊ കണ്ടോ, ഞാൻ ഓടിച്ചു പിടിക്കും. ഇവനേക്കാൾ സ്പീഡായിട്ട് ഞാൻ ഓടിച്ചവനെ പിടിക്കും. ഏയ് ജോൺ, അവിടെ നിൽക്ക്. അതെ ചിങ്കം സാർ, ബൈക്ക് എടുത്തോണ്ട് പോകും. എന്റെ ദൈവമേ, ഫുർഫുറി നഗരത്തിന് ഇനി എന്ത് സംഭവിക്കും? അവിടെ നിൽക്ക്. സ്റ്റോപ്പ്, സ്റ്റോപ്പ് ഇൻ ദ നെയിം ഓഫ് ലോ. ഓക്കെ വലിയേട്ടാ, നിങ്ങളുടെ ജോലിയൊക്കെ തീരുന്നേ, നിങ്ങൾ വിഷമിക്കണ്ട. മോട്ടു മോട്ടു, എന്നെ ഒന്ന് സഹായിക്ക്. നിന്നെ പോലുള്ള നല്ലവരുള്ളപ്പോ ഞാൻ എന്തിനാ ഇങ്ങനെ ദുരിതം അനുഭവിക്കുന്നത്? പക്ഷെ എനിക്ക് എന്റെ ബോട്ടുവിനെ വിശ്വാസം സഹായിക്കുമെന്ന്. എന്താ പറ്റിയ ജോൺ, എന്നോട് തുറന്ന് പറ. ഞാൻ ബാങ്കിൽ നിന്ന് കാശ് എടുത്തോണ്ട് നടന്നു വന്നോണ്ടിരിക്കുമ്പോ ഒരുത്തൻ എന്റെ പുറകെ വന്നു. അവൻ ഇപ്പോഴും എന്നെ പിന്തുടരുന്നുണ്ട്. നീ എന്നെ എങ്ങനെയെങ്കിലും ഒന്ന് സഹായിക്കും ബോട്ടു, സഹായിക്ക്. നീ ഒന്നുകൊണ്ടും വിഷമിക്കണ്ട ജോൺ. നീ ജീവിതത്തിൽ ആദ്യമായിട്ടല്ല എന്നോടൊരു സഹായം ചോദിച്ചത്. അതുകൊണ്ട് ഞാൻ തീർച്ചയായിട്ടും നിന്നെ സഹായിക്കാം. നീ എന്റെ കൂടെ വരൂ. ഏയ് ജോൺ, നിന്നോടല്ല ഞാൻ നിൽക്കാൻ പറഞ്ഞത്. അവിടെ നിൽക്ക്. സ്റ്റോപ്പ്. എന്നെ തല്ലല്ലേ, ഞാനൊരു പോലീസാണ്. തല്ലരുതെന്ന് പറഞ്ഞില്ലേ? ഇൻസ്പെക്ടർ ചിങ്കത്തെ ഇങ്ങനെ തല്ലുന്നത് എംപോസിബിൾ. പറഞ്ഞല്ലോ, എംപോസിബിൾ. സോറി സാർ, വെരി സോറി. പക്ഷെ സാർ ഇവിടെ എന്താ ചെയ്യുന്നേ? ആ ജോൺ ബാങ്കിൽ നിന്ന് അവന്റെ കാശ് എടുത്ത് വരുമായിരുന്നു. അപ്പൊ ആരും അവന്റെ പുറകിലുണ്ടെന്ന് പറഞ്ഞു. അതുകൊണ്ട് ഞാൻ അവനെ ഒന്ന് സഹായിച്ചതാ. ഓട്ടു, അവൻ ബാങ്കിൽ നിന്ന് കാശ് കൊണ്ടുവന്നതല്ല, കാശ് അടിച്ചോണ്ട് വന്നതാണ്. ജോണേ, ഡോക്ടർ ചട്ക, ഈ ജോണിനെ പിടിക്കാൻ ഞാൻ ഒരുപാട് ബുദ്ധിമുട്ടുന്നു. അവൻ എളുപ്പത്തിൽ രക്ഷപ്പെട്ടു പോണു. നിങ്ങൾ എന്തെങ്കിലും ഒരു മെഷീൻ ഉണ്ടാക്കണം. അത് കാരണം അവന് പതുക്കെ രക്ഷപ്പെടാൻ പാടുള്ളൂ. എന്നിട്ട് വേണം എനിക്ക് അവനെ ഓടിച്ച് പിടിക്കാൻ. ഓ ചിങ്കം സാറേ, എന്റെ ചങ്ക്, ഞാൻ ഉള്ളിടത്തോളം കാലം നിങ്ങൾ എന്തിനാ ഇങ്ങനെ പേടിക്കുന്നത്? ഇത് എന്റെ ഡയലോഗാണ്. ഇത് വേറെ ആരെങ്കിലും പറയാൻ ഞാൻ അനുവദിക്കില്ല. ഇല്ല 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 ഇല്ല. എന്റെ ചിങ്കം സാറേ, ഇങ്ങനെ പേടിക്കാതെ. നിങ്ങൾ പറയുന്നതിന് മുമ്പ് തന്നെ ഞാൻ ഈ മിഷൻ റെഡിയാക്കി കഴിഞ്ഞിരുന്നു. ഇതാണ് സ്ലോ മോഷൻ ഗാഡ്ജറ്റ്. ഇതാ കണ്ടില്ലേ, ഇതിലുള്ള ഗ്രീൻ ബട്ടണില് ഒരു തവണ പ്രസ് ചെയ്താൽ മതി. അപ്പോ ഇതിനകത്തുനിന്ന് വരുന്ന കിരണങ്ങൾ അടുത്തുള്ള ആളുകളെയെല്ലാം സ്ലോ ആക്കി കളയും. പിന്നെ ഈ റെഡ് ബട്ടണിൽ അമർത്തിയാൽ മതി, എല്ലാം പഴയതുപോലെ ആയിത്തീരും. ഇത് ഉപയോഗിച്ചാൽ ഞാനും പതുക്കെ ഓടുള്ളൂ. പിന്നെ എനിക്ക് എങ്ങനെ അവനെ പിടിക്കാൻ സാധിക്കും? എങ്ങനെ 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 എങ്ങനെ? അതിനുവേണ്ടി ഈ ബാൻഡ് കെട്ടിയാൽ മതി. ഈ ബാൻഡ് കയ്യിലുള്ളിടത്തോളം കാലം ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല. 2-3 ബാൻഡ് എക്സ്ട്രാ എടുത്തോളൂ, നിങ്ങളുടെ കൂട്ടത്തിലുള്ളവർക്ക് ഉപകാരപ്പെടും. ബോസിനോട് പോയി പറയണം. സർ, ഞങ്ങൾ ഷൂട്ടിംഗ് നടത്തുന്നവരാ. ഞങ്ങളുടെ ഹീറോ വന്നിട്ടില്ല. നിങ്ങൾ ഒരു ഹീറോവിനെ പോലുണ്ടല്ലോ. നിങ്ങൾക്ക് ഞങ്ങളുടെ ഹീറോ ആകാൻ പറ്റുമോ? ഞാൻ നിങ്ങളുടെ ഹീറോ. ഞാനൊരു ബോൺ ഹീറോ ആണ് സർ. യു ആർ മൈ ഹീറോ. എന്റെ ഹീറോ, നിങ്ങളിപ്പോ ഷൂട്ടിങ്ങിന് തയ്യാറാണോ? റെഡി റെഡി. പ്ലീസ്, നിങ്ങളുടെ കയ്യിൽ കെട്ടിയിരിക്കുന്ന വാച്ചും ബാൻഡും എല്ലാം അഴിച്ചു വെക്ക്. ഹീറോ ഇതൊന്നും കെട്ടാൻ പാടില്ല. ഇതൊരു സോളോ ഫൈറ്റ് സീനാ. അതുകൊണ്ട് കയ്യിലൊന്നും ഉണ്ടാവാൻ പാടില്ല. ശരി, ഇതൊക്കെ നിങ്ങളുടെ കയ്യിലിരിക്കട്ടെ. ഓക്കെ, ഐ ആം റെഡി സർ. എന്റെ അമ്മോ, ഇത് ചീറ്റിംഗ് ആണ്. ദിസ് ഈസ് ചീറ്റിംഗ്. I hope you don't mind. ജോൺ, ഞാനിതാ വരുന്നു. മോട്ടു പത്ലു, ഇനി നിങ്ങൾക്ക് എന്നെ ഒരു ചുക്കും ചെയ്യാൻ കഴിയില്ല. എന്റെ അടുത്ത് പൊക്ക്, ഇവന്റെ അടുത്ത്, ഇനി ഇവന്റെ അടുത്ത്.
സ്ലോ മോഷൻ ഗാഡ്ജറ്റിൽ ഫാസ്റ്റായി ചലിക്കുന്ന ജോണിന്റെ കൈ. ഇപ്പൊ നമുക്ക് പോയി നല്ല ജോളിയായി ഒന്ന് റെസ്റ്റ് എടുക്കാം. കൊള്ളാം ബോസ് കൊള്ളാം. എന്ത് നല്ല കവിതയാ. കവിതയുടെ കാര്യമൊക്കെ വിട്, നമുക്ക് വീട്ടിലേക്ക് പോവാം. വേഗം വേഗം. പൊളിച്ചെടുത്തല്ലോ. ഇതെങ്ങനെ സംഭവിച്ചു? ജോൺ ആ ബ്രേസ്ലെറ്റ് ഉപയോഗിച്ച് ചിങ്കം സാറിനെ സ്ലോ മോഷനിലാക്കിയല്ലോ. ഇനിയിപ്പോ എങ്ങനെ ഇവരൊക്കെ തിരിച്ചു കൊണ്ടുവരാ? ഇനി കുറച്ചു സമയത്തിനുള്ളിൽ ഇതിന്റെ ശക്തിയെല്ലാം പോവും. അപ്പൊ ഇവിടെ എല്ലാവരും നോർമലുമായി തീരും. ഞാൻ ആ ജോണിനെ വെറുതെ വിടില്ല. ഡോക്ടർ ജഡ്ക, നിങ്ങളുടെ മെഷീൻ അവൻ എന്റെ കയ്യിൽ നിന്ന് അടിച്ചോണ്ട് കൊണ്ടുപോയി. എങ്കിൽ വരൂ, അവനെ കബറടക്കിയിട്ട് വരാം. നമ്മളൊന്ന് ആലോചിച്ചിട്ട് വേണം അങ്ങോട്ട് പോകാൻ. അവന്റെ അടുത്ത് ചെന്നാലേ വീണ്ടും അവൻ മെഷീൻ ഓണാക്കി നമ്മളെ സ്ലോ ആക്കും. നമ്മൾ എല്ലാവരും കൂടി ചേർന്ന് ഒരു പ്രോപ്പർ മിലിറ്ററി പ്ലാനിംഗ് ഉണ്ടാക്കി ആകാശത്ത് കൂടെ ചെന്ന് ആക്രമിക്കണം. കൊടുകൈ. ജഡ്ക, we are ready for attack. ജോൺ വിശ്രമിക്കുകയാണ്. ഇത് തന്നെയാണ് പറ്റിയ സമയം. ഓ, ഞങ്ങള് റെഡിയാണ്. ആക്രമിക്കൂ. 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 വെൽക്കം വെൽക്കം. ഈ ജോൺ ആയിരിക്കും ഡോൺ. ജോൺ തന്നെയായിരിക്കും ഡോൺ. നിങ്ങൾ ഇങ്ങനെ സ്ലോ മോഷനിൽ ഓടിക്കൊണ്ടേ ഇരിക്കുക. ഞാൻ അടുത്തുള്ള ബാങ്കെല്ലാം കൊള്ളയടിച്ചിട്ട് വരാം. ഇന്ന് ഞാൻ ഒരൊറ്റ ബാങ്കും വെറുതെ വിടാൻ പോകുന്നില്ല. ഈ ജോണ് ഭയങ്കര സാധനമാ. അവൻ നമ്മളെയും പ്രതീക്ഷിച്ചാ ഇവിടെ ഇരുന്നത്. ബാങ്കിനെ രക്ഷിച്ചേ പറ്റൂ. പൊളിച്ചെടുത്തല്ലോ. രക്ഷിക്കണമെന്നുണ്ട്, പക്ഷെ എങ്ങനെ പറ്റും? വെറും വയറ്റിൽ എന്റെ ബുദ്ധി പ്രവർത്തിക്കില്ലെന്ന് അറിഞ്ഞൂടെ നിങ്ങൾക്ക്? പത്തിലും എന്തെങ്കിലും ആലോചിക്കേ. ഐഡിയ. ഈ ഗാഡ്ജറ്റിന്റെ പവർ മെഷീൻസ്, അതായത് കാറ്, ട്രക്ക്, ഇതിലൊന്നും ഫലിക്കില്ല. ഞങ്ങൾ കാറിൽ പോയിട്ട് അവനെ വേഗത്തിൽ ഇടിച്ച് വീഴ്ത്താം. എന്നിട്ട് അവന്റെ ഗാഡ്ജറ്റ് പിടിച്ചെടുക്കാം. ഇതൊരു സൂപ്പർ ഐഡിയ കേട്ടോ. നിങ്ങൾക്ക് വേണമെങ്കിൽ ഞാൻ എന്റെ കാറ് തരാം. ഇനി ആ കിരണങ്ങൾക്ക് എന്നെയും എന്റെ കാറിനെയും ഒന്നും ചെയ്യാൻ കഴിയില്ല. ഈ ബാങ്കും അവൻ മോഷ്ടിച്ചിട്ടുണ്ട്. വരൂ, നമുക്ക് പോകാം. ഓ നോ, ഇതൊന്നും അവൻ അടിച്ചു മാറ്റി. അവൻ അവിടെ നിൽപ്പുണ്ട്. നടക്ക്, വേഗം പോയാ ഗാഡ്ജറ്റ്സ് ഒക്കെ എടുത്തോണ്ട് വരാം. പൊളിച്ചെടുത്തല്ലോ. ഇത് വീണ്ടും സ്ലോ മോഷൻ ആയല്ലോ. വരൂ, നമുക്ക് എന്തെങ്കിലും ചെയ്യാം. ഓ, നമുക്കിപ്പോ കാറിൽ തന്നെ ഇരിക്കാം. നമ്മളിപ്പോ കാറിൽ നിന്ന് പുറത്തിറങ്ങിയാൽ ആ കിരണങ്ങൾ നമ്മളെയും ബാധിക്കും. ഇതെന്താ ഇവന്മാരെ സ്പീഡിൽ ഓടുന്നത്? ഇതെങ്ങനെ എത്ര പെട്ടെന്ന് സംഭവിച്ചു? ഓ, എന്റെ ചങ്ക, ഇത് അതേ ഗാഡ്ജറ്റിന്റെ പവർ തന്നെയാ. അതിപ്പോ പൊട്ടിപ്പോയത് കൊണ്ട് അത് തിരിഞ്ഞു പ്രവർത്തിക്കുകയാണെന്ന് എനിക്ക് തോന്നുന്നത്. ഓ, എന്റെ ചങ്ക, എന്റെ ചങ്ങാതി, ഞാൻ ഈ ഗാഡ്ജറ്റ് നിനക്ക് പുതുതായി ഉണ്ടാക്കി തരാം. ഹായ്, നമ്മള് ശരിയായടാ. ഈ ഗാഡ്ജറ്റ് കയ്യിലുള്ളത് കൊണ്ട് നമുക്ക് ഒരുപാട് അടി കിട്ടിയത്. ഇതിന്റെയൊക്കെ ക്ഷീണം മാറ്റാൻ ജയിലിൽ പോയി നമുക്ക് സമാധാനത്തോടെ റെസ്റ്റ് എടുക്കാം. കൊള്ളാം ബോസ് കൊള്ളാം. എന്ത് നല്ല കവിതയാ പറഞ്ഞു. കവിതയുടെ കാര്യമൊക്കെ വിട്ട് ചിങ്കം സാറിന്റെ കൂടെ നമുക്ക് ജയിലിലേക്ക് പോവാം. താങ്ക് യു മോട്ടു പത്ലു, താങ്ക് യു.
നിങ്ങൾ ഇവിടെ ഇല്ലെങ്കിൽ ഈ ജോണിനെ പോലുള്ള കള്ളന്മാരെ പിടിക്കുന്നത് അത്ര എളുപ്പമുള്ള കാര്യമല്ല. ഓഹോ, മോട്ടു പത്രുവിന്റെ അടുത്ത് നിന്ന് രക്ഷപ്പെട്ടു പോകുന്നത് നടക്കാത്ത കാര്യമാണ്. ഇമ്പോസിബിൾ. വീണ്ടും എന്റെ ഡയലോഗ് നിങ്ങൾ എന്താ പറയുന്നത്? Happy birthday to you. Happy birthday to you. Happy birthday to you. Happy birthday. എന്തിനാ ഇടയ്ക്ക് വെച്ച് നിർത്തിയത്? എന്ത് പറ്റി? എന്റെ ബർത്ത്ഡേ സോങ് പാട്. ബോസ് ഇതിന് ശേഷം എന്താ പറയേണ്ടതെന്ന് ഓർമ്മ വരുന്നില്ല. അപ്പൊ നീ പാട്ട് മറന്നുപോയല്ലേ? അതൊക്കെ പോട്ടെ, എനിക്ക് കൊണ്ടുവന്ന ഗിഫ്റ്റ് എടുക്ക്, പെട്ടെന്ന് വേണം. കൊള്ളാം ബോസ് കൊള്ളാം. എന്ത് നല്ല കവിതയാ പറഞ്ഞേ. കവിതയുടെ കാര്യമൊക്കെ വിട്ട് പോയി ഗിഫ്റ്റ് എടുത്തോണ്ട് വേണം, പെട്ടെന്ന് വേണം. ചെല്ല് ചെല്ല്. ഓ, ഇത്ര വലിയ ഗിഫ്റ്റോ? താങ്ക് യു. ഇനി വല്ല ബാങ്കിൽ കൊള്ളടിച്ചിട്ടാണോടാ വരവ്? പെട്ടെന്ന് തുറന്നു നോക്കാം. ഇത്രയും വലിയ ഗിഫ്റ്റിനകത്ത് ഒരു താക്കോലായിരുന്നോടെ. ബോത്ത് ഈ കാണുന്ന ചാവി വെച്ച് നമുക്ക് ഏത് ബാങ്കും തുറക്കാൻ കഴിയും. ബാങ്കിന്റെ പൂട്ട് എനിക്ക് പൊളിച്ചാണ് ശീലം, അല്ലാതെ ഞാൻ തുറന്നൊന്നും ശീലിച്ചിട്ടില്ല. ബാങ്ക് കൊള്ളയടിക്കേണ്ടത് ഞാൻ വിചാരിച്ചാൽ എനിക്ക് താക്കോലിന്റെ ആവശ്യമൊന്നുമില്ല. ഞാനത് തല്ലി പൊളിച്ചിരിക്കും. ഈ കൊഞ്ഞാണന്റെ ഒരു കാര്യം ഇവൻ പറഞ്ഞത് എന്താണെന്നോ ബോസ്? നിങ്ങൾക്ക് ഏത് ബാങ്കിന്റെ പൂട്ട് വേണമെങ്കിലും തുറക്കാമെന്നാ. ബാങ്കിന്റെ പൂട്ട് തുറന്നിട്ട് ഞാൻ എന്ത് കാണിക്കാനാണ്? ആ ബോട്ടും ബത്തിലും എപ്പോഴും എന്റെ പുറകെ തന്നെ കൂടിയിരിക്കുമല്ലേ. നിങ്ങൾ എനിക്ക് ഗിഫ്റ്റ് തരാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ എനിക്ക് ആ ബോട്ടുവിനെയും ബത്തിലുവിനെയും ഗിഫ്റ്റ് ആയിട്ട് മതി. പെട്ടെന്ന് ചെല്ല്, താമസിച്ചാൽ എന്റെ ബർത്ത്ഡേ കഴിഞ്ഞു പോവില്ല. വാ, ഞാനും വരാം നിങ്ങളുടെ കൂടെ. കമോൺ. ഇത് മോട്ടുവിന്റെ മുഖത്തടിച്ച മോട്ടും മയങ്ങിപ്പോകും. അങ്ങനെ ഞാൻ അവനെ എടുത്ത് നിങ്ങളുടെ അടുത്തേക്ക് കൊണ്ടുവരാം ബോസ്. ഹാപ്പി ബർത്ത്ഡേ ബോസ്. ഹാപ്പി ബർത്ത്ഡേ സാൻ. ഹാപ്പി ബർത്ത്ഡേ ഒക്കെ പിന്നെ പറയാ. ആദ്യം ഞാൻ ചോദിച്ച ഗിഫ്റ്റ് കൊണ്ടുപോവാ. എന്നാൽ എന്റെ ബർത്ത്ഡേ ആഘോഷിച്ചതുപോലെ എനിക്ക് തോന്നുന്നു. താങ്ക് യു നമ്പർ 1. താങ്ക് യു. പെട്ടെന്ന് പുറത്തേക്ക് വാ. നമ്പർ 2 അവനെ എടുത്തോണ്ട് എന്റെ പുറകെ വാ. കമോൺ. ഇതുവരെ നീ എന്നെ ഒരുപാട് ബുദ്ധിമുട്ടിച്ചിട്ടുണ്ട്. അതിനുള്ള ശിക്ഷ ഞാൻ ഇപ്പൊ തന്നെ തരാം. മ്യൂസിക് ഓൺ ചെയ്യ. ഇന്നിവനെ ഞാൻ അടിച്ചവന്റെ പരിപ്പ് പുറത്തെടുക്കും. ഇത്ര അടി വാങ്ങിയിട്ട് നീ എന്തിനാണ് ഡാൻസ് കളിക്കുന്നത്? നീ എന്റെ ഏറ്റവും വലിയ ശത്രുവാണ് മോട്ടു. ബോസ് നിങ്ങൾക്ക് സന്തോഷമായ എനിക്കും സന്തോഷമായി ബോസ്. ഈ ശബ്ദം എവിടുന്നാ വരുന്നത്? ഇത് നമ്മുടെ നമ്പർ 1ന്റെ ശബ്ദമല്ല. എടാ തടിയാ, നീ ഇവിടെ എന്താ ചെയ്യുന്നത്? ബോട്ടുവിനെ കൊണ്ടുവരാൻ പറഞ്ഞിട്ട് നീ ഇതിനകത്ത് കയറിയിരിക്കുവാണോ? നമ്പർ 1, നീ വളരെ ശ്രദ്ധിച്ചിരിക്കണം. പോലീസ് വരുന്നുണ്ടോന്ന് നോക്കണം. ഞാൻ അകത്ത് പോയി ബോട്ടുവിനെ കൊണ്ടുവരാം. മോട്ടു, നല്ല ചൂടുള്ള സമൂസ. മോട്ടു ആദ്യം ഈ ഭക്ഷണം കഴിക്ക്, എന്നിട്ട് തുണിയൊക്കെ തേക്കാം. ബോസ് ആള് കൊള്ളാമല്ലോ. ഇത്രയും പെട്ടെന്ന് മോട്ടുവിനെ ഗിഫ്റ്റ് റാപ്പറിൽ റാപ്പ് ചെയ്ത് കളഞ്ഞല്ലോ.
ബോസ് പറഞ്ഞിട്ടുണ്ട് മ്യൂസിക് ഓൺ ചെയ്തിട്ട് മോട്ടുവിന്റെ മുന്നിൽ ഡാൻസ് ചെയ്യണമെന്ന്. ഞാനും അതന്നെ ചെയ്യും. അങ്ങനെ എന്റെ ബോസിന് സന്തോഷം കിട്ടും. ഇനിയും ഉറക്കം നിലവിളിക്ക. ഇനിയും 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 ഉറക്കെ. എന്റെ ബോസിന് കേൾക്കണം എന്റെ നിലവിളി. ബോസ് എവിടെ പോയി? ബോസിനോട് പറയേ ഞാൻ മോട്ടുവിനോട് എണ്ണി എണ്ണി പകരം ചോദിക്കുന്നുണ്ടെന്ന്. അതും ബോസിന്റെ സ്റ്റൈലിൽ മ്യൂസിക് ഒക്കെ ഓൺ ചെയ്തിട്ടേ, പിന്നെ ഡാൻസ് കളിച്ചിട്ടും. ബോസ് ബോസ്, നിങ്ങൾ ഈ റാപ്പറിൽ എന്ത് ചെയ്യായിരുന്നു ബോസ്? ഇതിനകത്ത് എങ്ങനെ വന്നു പെട്ടു? സോറി ബോസ്, ഞാൻ മോട്ടു ആണെന്ന് വിചാരിച്ചു. അതുകൊണ്ടാ ഇത്രയും വലിയ അടിയൊക്കെ അടിച്ചത്. സോറി ബോസ്, സോറി. നിങ്ങൾ രണ്ടുപേരും കൂടി എന്റെ ബർത്ത്ഡേ ഇത് കുളമാക്കി ഗിഫ്റ്റ് തരുന്നതിന് പകരം അടിച്ച് എന്നെ ഒരു പരുവത്തിലാക്കിയില്ലേ. കൊള്ളാം ബോസ്, കൊള്ളാം. എത്ര നല്ല കവിതയാ പറയുന്നേ. ഇത്രയൊക്കെ അടി വാങ്ങി കൂട്ടിയിട്ടും ബോസിന് കവിത ഇപ്പോഴും വരുന്നുണ്ടല്ലോ. ഒട്ടും മാറ്റമില്ല. ബോസിനെ സമ്മതിച്ചിരിക്കുന്നു. എടാ, കവിതയ്ക്കുണ്ടായവന് കവിതയുടെ കാര്യം വിട്ട് ബോണ്ടുവിനെ പോയി പിടിക്കാൻ നോക്ക്. ഇന്ന് എനിക്ക് എന്റെ ബർത്ത്ഡേ ഗിഫ്റ്റായി ആ ബോണ്ടുവിനെ തന്നെ വേണം. അയ്യോ, ഇതെന്താ സംഭവിക്കുന്നേ? ഈ ജോണി സ്കേറ്റിംഗ് ഒക്കെ ചെയ്യാൻ എന്നാ തുടങ്ങിയത്? എനിക്ക് തോന്നുന്നത് അവൻ പുതിയ മോഷണത്തിനുള്ള വല്ല തയ്യാറെടുപ്പായിരിക്കും. ഈ മനുഷ്യന്മാരുടെ ശല്യം സഹിക്കാൻ വയ്യ. ഇവരെ വെറുതെ വിടരുത്. മോട്ടു പത്ലു, പറയൂ പറയൂ, നമ്മുടെ ഫുർഫുര നഗരം എന്താണ് ശാന്തമായിരിക്കുന്നത്? എന്റെ സാറേ, അത് ഞങ്ങളുടെ ജോലി ഞങ്ങൾ കൃത്യമായിട്ട് ചെയ്യുന്നോണ്ടാ. നിങ്ങൾ കൃത്യമായി ചെയ്യുന്നത് കൊണ്ടോ ഈ അന്തരീക്ഷം ഉണ്ടായത്? ഞാൻ കാരനാണ്. പോലീസ് എവിടെ സ്ട്രിക്റ്റ് ആവുന്നുവോ അവിടെ യാതൊരു തെറ്റും സംഭവിക്കില്ല. കള്ളന്മാര് പൂച്ചയെ പോലെ ഒരു ഭാഗത്ത് അടങ്ങി ഒതുങ്ങി ഇരുന്നോളും. ആരെങ്കിലും ഭയത്തിന് വിളിക്കുക, താഴെ നെറ്റ് വിരിക്കുക. ഇതാ കള്ളൻ ജോണിന്റെ ശബ്ദമാണല്ലോ കേൾക്കുന്നത്. അവനും അവന്റെ അസിസ്റ്റന്റും എവിടെയാണോ ഒച്ച വെക്കുന്നത്? എല്ലായ്പ്പോഴും കുറ്റവാളി ആകാശത്ത് നിന്നാ വരാറ്. വേഗം മാറി നിന്നോ, അല്ലെങ്കിൽ നമ്മുടെ തലയിൽ വീഴും. ഞാനൊരു സ്ഥലത്ത് ഉറച്ചു നിന്ന് കഴിഞ്ഞാൽ പിന്നെ അവിടുന്ന് മാറുന്ന പ്രശ്നമില്ല. ഞാൻ എന്തിനാ കള്ളന്മാരെ പേടിച്ച് ഓടണം? ധൈര്യമുണ്ടെങ്കിൽ അവന്മാരോട് ഇങ്ങോട്ട് വരാൻ പറ. എന്റെ അമ്മോ, വേണ്ട. എന്റെ അമ്മോ, രക്ഷിക്കണേ. Hey, stop! Stop in the name of law! ഭാരതമാതാ, സത്യം. ഇനിയുള്ള ഈ ജോണിന്റെ കളികൾ കമ്പനി കാണാനിരിക്കുന്നതേ ഉള്ളൂ. എന്റെ പുതിയ നമ്പർ നിങ്ങൾ കണ്ടോ? കൊള്ളാം ബോസ്. എന്റെ അമ്മോ, ഇവൻ എന്താ അങ്ങനെ കരയുന്നത്? ഇന്ന് എന്റെ ബർത്ത്ഡേ ആയിരുന്നു സാറേ. അത് ആഘോഷിക്കാൻ എനിക്ക് വേറെ ആരുമില്ല സാറേ. ഞാനൊരു മോശമായവനല്ല. ഞാനൊരു നല്ല മനുഷ്യനായി ജീവിക്കാമെന്ന് വിചാരിച്ചു. പക്ഷേ എന്നെ നല്ല മനുഷ്യനാകാൻ ആരും അനുവദിക്കുന്നില്ല. വേണ്ട ജോണെ, നീ കരയരുത്. ഞങ്ങൾ വരും നിന്റെ ബർത്ത്ഡേക്ക്. മോട്ടു, എനിക്ക് കണ്ടിട്ട് അവന്റെ കണ്ണീര് മുതലക്കണ്ണീരായിട്ടാ തോന്നുന്നത്. സൂക്ഷിച്ചു നിന്നോ. പത്ലു, നീ വേണേ നോക്കിയും കണ്ട് നിന്നോ. ഞാൻ കേക്ക് കഴിക്കുന്നതിൽ ബിസി ആയിരിക്കും. വരൂ ജോൺ, നമുക്ക് ഒരുമിച്ച് നിന്റെ പിറന്നാൾ ആഘോഷിക്കാം. വരൂ വരൂ വരൂ, ഇപ്പൊ തന്നെ ആഘോഷിക്കാം. സാർ സാർ, നിങ്ങൾ എല്ലാവരും അവിടെ ഒരു ഭാഗത്ത് ഇരിക്കൂ. ബോസ് ഇപ്പൊ ബർത്ത്ഡേ കേക്ക് മുറിക്കും.
ഏയ് എന്താ ബൈ ബൈ, പിന്നെ കാണാം. പറ്റുമെങ്കിൽ അടുത്ത ബർത്ത്ഡേക്ക് വരണേ. എന്റെ മോട്ടു, ഞാൻ അപ്പോഴേ പറഞ്ഞില്ല അവന്റെ കണ്ണീര് മുതല കണ്ണീരാണെന്ന്. അവരെന്നെ ഇങ്ങനെ ചതിക്കുമെന്ന് ഞാൻ അറിഞ്ഞില്ല പത്തലു. അതൊരു പഴഞ്ചൊല്ല മോട്ടു. വേഗം എന്തെങ്കിലും ഒന്ന് ചെയ്യ്. വെറും വയറ്റിൽ എന്റെ ബുദ്ധി പ്രവർത്തിക്കില്ല എന്റെ പത്തലു. നീ തന്നെ എന്തെങ്കിലും ആലോചിക്കൂ. ഐഡിയ. വാ, നമുക്ക് ഈ റോക്കറ്റിന്റെ ദിശയൊന്ന് മാറ്റാം. ബോസ് അവർ തിരിച്ചു വരുന്നുണ്ട്. നമുക്ക് റിട്ടേൺ ഗിഫ്റ്റ് തരാനാണെന്ന് തോന്നുന്നു. അങ്ങോട്ട് നോക്കൂ ബോസ്. കലക്കി. റിട്ടേൺ ഗിഫ്റ്റിന്റെ കാര്യമൊക്കെ വിട്ടേക്ക്. ഇവിടുന്ന് രക്ഷപ്പെടാൻ നോക്ക്. വേഗം ഓട്, വേഗം ഓട്. അപ്പൊ അല്ലെങ്കിൽ ഇവര് പുറകെ വരൂ. ഓട്. പോലീസ് നിന്റെ പുറകെ തന്നെ വരുന്നുണ്ട്. ചിങ്കത്തിന്റെ അടുത്ത് രക്ഷപ്പെടുന്നത് ഇംപോസിബിൾ. അറിയാമല്ലോ, ഇംപോസിബിൾ. മോട്ടു പത്ലു, ഞാൻ തിരിച്ചു വരൂ. ഇപ്രാവശ്യം എന്റെ ബർത്ത്ഡേക്ക് വരണം ട്ടോ. വീണ്ടും എത്തിയോ? ഇത്തവണ നിങ്ങളെ വെറുതെ വിടാൻ പോകുന്നില്ല. തടിയോ, നിന്നെ ഞാൻ ശരിയാക്കി തരാം. ആകാശത്തെങ്കിലും സമാധാനായി ജീവിക്കാന്ന് വെച്ചാൽ ഇവിടെയും സമാധാനം തരില്ല.